ഹായ് ഫ്രണ്ട്സ്, ഭൂമിയും ജീവലോകവും അതായത് 7ാം ക്ലാസ് സോഷ്യൽ സയൻസിൻ്റെ 7ാമത്തെ ചാപ്റ്ററാണിത്. അതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കുറച്ചൊക്കെ ജിയോഗ്രഫി ആയിട്ട് ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ജിയോഗ്രഫിയിൽ തന്നെ നാച്ചുറൽ സയൻസ് ശരിക്കും ഭൂമിയിലെ നമ്മളിപ്പോൾ ജിയോഗ്രഫിയിൽ വരുന്ന ഭൂമിയിലെ ഓരോ മണ്ഡലങ്ങൾ അതിനെപ്പറ്റി പറയുന്നതാണ്. പിന്നെ ഇതിൽ വരുന്ന മനുഷ്യൻ്റെ എൻവയോൺമെൻറ്റലായിട്ടുള്ള വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ മാത്രം കേട്ടോ മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് എന്താണ് ശിലാമണ്ഡലം എന്നുള്ളതാണ്. ശിലാമണ്ഡലം എന്നുള്ളതാണ് ഇവിടെ ഫസ്റ്റ് പഠിക്കാൻ പോകുന്ന പോയിന്റ്. അപ്പോൾ ഭൂരൂപങ്ങളെല്ലാം ഉൾപ്പെടുന്നതും ശിലകളും മണ്ണുകൊണ്ടും രൂപപ്പെട്ടിരിക്കുന്നതുമായ ഖരാവസ്ഥയിലുള്ള ഭാഗമാണ് ഇത് ശിലാമണ്ഡലം. അതായത് നമ്മുടെ ഭൂമി മണ്ണുള്ള ഏതൊക്കെ ഭാഗം കരഭാഗങ്ങളൊക്കെ എന്താണ് ശിലാമണ്ഡലത്തിൽ വരുന്നതാണ്. ഭൂരൂപങ്ങൾ എന്ന് വെച്ചാൽ എന്താ? ഭൂരൂപങ്ങൾ എന്ന് വെച്ചാൽ ഇപ്പോൾ കൊടുമുടികളുണ്ട് അല്ലേ, പർവ്വതങ്ങളുണ്ട്, സമതലങ്ങളുണ്ട്, അങ്ങനെ ഇഷ്ടംപോലെ ഭൂരൂപങ്ങളുണ്ടല്ലോ. അല്ലാതെ മരുഭൂമികളുണ്ട്. അപ്പോൾ അതൊക്കെ കരഭാഗത്തിൽ വരുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് ആ പേര് കിട്ടുമ്പോൾ തന്നെ കിട്ടും, ശിലകൾ കൊണ്ടുണ്ടാകും. അതായത് കല്ല് മണ്ണ് കൊണ്ടൊക്കെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ആ ഭാഗമാണ് ഇത് ശിലാമണ്ഡലം. അതേപോലെ കരയിൽ ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണ് എവറസ്റ്റ് കൊടുമുടി. ഇനി സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗമാണ് ഇത് പസഫിക് സമുദ്രത്തിലെ ചലഞ്ചർ ഗർത്തം. അപ്പോൾ ഇതെല്ലാം എന്തിൻ്റെ ഭാഗം തന്നെയാണ്? ശിലാമണ്ഡലത്തിൻ്റെ ഭാഗം തന്നെയാണ്. അതായത് ഏറ്റവും അടിയിലുള്ള ചലഞ്ചർ ഗർത്തം എന്ന് പറയുമ്പോൾ എന്താണ്? ഏറ്റവും അടിയിൽ അടിത്തട്ട് തൊടുവാണ് അല്ലേ, പസഫിക് സമുദ്രത്തിലെ അടിത്തട്ട് തൊടുവാണ്, ശിലയാണ് അവിടെ. അപ്പോൾ ഇനി ഈ ശിലാമണ്ഡലത്തിലെ പ്രധാന ഭൂരൂപങ്ങളെ പറ്റിയാണ് അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ ഫസ്റ്റാണ് പർവ്വതങ്ങൾ. പർവ്വതങ്ങളെ പറ്റി പറയുമ്പോൾ സമുദ്രനിരപ്പിൽ നിന്ന് ഇത് പഠിക്കണം കേട്ടോ. പർവ്വതങ്ങൾ ഏതാണ് പർവ്വതങ്ങളായിട്ട് വരുന്നത്? സമുദ്രനിരപ്പിൽ നിന്ന് 900 മീറ്ററിലധികം ഉയരമുള്ളതും ചെങ്കുത്തായ വശങ്ങളോട് കൂടിയതുമായിട്ടുള്ള ഭൂരൂപങ്ങളാണിത് പർവ്വതങ്ങൾ. അപ്പോൾ ഇതിൽ ചെങ്കുത്തായ വശങ്ങളൊന്നും ഓർത്തില്ലെങ്കിലും 900 മീറ്റർ ഓർത്തോക്കണേ, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് സമുദ്രനിരപ്പിൽ നിന്ന് 900 മീറ്ററിലധികം ഉയരമുള്ള ഭൂരൂപങ്ങളെ വിളിക്കുന്ന പേരാണെന്ത്? പർവ്വതങ്ങൾ. ഇനി പീഠഭൂമി, രണ്ടാമത്താണ് പീഠഭൂമി. അതായത് മുകൾ ഭാഗം ഏറെക്കുറെ പരന്നതും ചുറ്റുപാടുകളുടെ അപേക്ഷിച്ച് ഉയർന്നു നിൽക്കുന്നതുമായ ഭൂരൂപങ്ങളാണ് ഇത് പീഠഭൂമികൾ. അപ്പോൾ ഇതിൽ നോക്കിക്കൊള്ളാം, ഇതിൽ ക്വസ്റ്റ്യൻസ് വരും എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ ഡെഫിനിഷൻ ഇങ്ങോട്ട് തരും. എന്നിട്ട് ഓപ്ഷൻ ABCDയിൽ പർവ്വതങ്ങൾ, പീഠഭൂമികൾ, സമതലങ്ങൾ എന്നിട്ട് പറഞ്ഞിട്ടാണ് ഓപ്ഷൻസ് തരുക. ഇനി സമതലങ്ങൾ എന്താണെന്നുള്ളത് നോക്കിയേ. സമതലങ്ങൾ എന്താ? താരതമ്യേന താഴ്ന്നതും നിരപ്പായതുമായ വിശാലമായ പ്രദേശങ്ങളാണ് ഇത് സമതലങ്ങൾ. അവ നിരപ്പായതും താഴ്ന്നതും വിശാലവും അവ സമമായിട്ടുള്ളത് സമതലങ്ങൾ എന്ന രീതിയിൽ തന്നെ എന്ത് ചെയ്യുക, പഠിക്കുക. പീഠഭൂമി, പീഠം എന്നൊക്കെ പറയുമ്പോൾ എന്താ? കുറച്ച് ഉയർന്നിട്ടല്ലേ ഉണ്ടാവുക. അപ്പോൾ മുകൾ ഭാഗം ഏറെക്കുറെ ഉയർന്നിട്ട്. അപ്പോൾ ആ രീതിയിൽ എന്ത് ചെയ്താൽ മതി, ഒന്ന് കണക്ട് ചെയ്തിട്ട് ഓർത്ത് വെച്ചാൽ മതി. ഇനി നമ്മൾ ശിലാമണ്ഡലം ശിലകളും മണ്ണും കൊണ്ട് രൂപപ്പെട്ടതാണ്. അത് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു. ശിലാമണ്ഡലം എന്ന് പറയുന്നത് എന്താണ്? ശിലകളും മണ്ണും കൊണ്ട് രൂപപ്പെട്ടതാണെന്ന് ഓൾറെഡി പറഞ്ഞു. ഇനി അടുത്തതിൽ പ്രകൃതിയിൽ 1 ഇഞ്ചു കനത്തിൽ മണ്ണുണ്ടാകുന്നതിന് 1000-ലധികം വർഷം വേണം. അതൊരു പോയിന്റ് അവർ തന്നതാണ്, നിങ്ങൾ ഓർത്ത് വെച്ചാൽ നല്ലതാണ്. അതായത് ഒരു മണ്ണ് രൂപപ്പെടാൻ എടുക്കുന്ന ടൈമാണ് ഈ പറയുന്നത്. 1000-ലധികം വർഷമാണ് 1 ഇഞ്ച് കനത്തിൽ എന്ത് ചെയ്യാൻ മണ്ണുണ്ടായിട്ട് വരാൻ. ഇനി അടുത്ത ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ്, ഇതൊന്നും നമുക്ക് PSC പോയിന്റ് ഓഫ് വ്യൂ പഠിക്കേണ്ട പോയിന്റുകൾ ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഓടിച്ചു വിടുന്നത്. ഇനി നമുക്കതിൽ വരുന്നത് ജലമണ്ഡലം. ജലമണ്ഡലം എന്തായിരിക്കും? ഭൗമോപരിതലത്തിൻ്റെ 2/3 ഭാഗവും ജലമാണ്. നമ്മൾ ഓൾറെഡി പഠിച്ചു അല്ലേ. 2/3 ഭാഗവും എന്താണ്? ജലമാണ് അല്ലെ. സമുദ്രങ്ങളും നദികളൊക്കെ ചേർന്നുള്ള ജലമാണ്. അപ്പോൾ സമുദ്രങ്ങൾ, നദികൾ, തടാകങ്ങൾ, അരുവികൾ ഇവയെ കൂടാതെ ഭൂമിയുടെ ഉള്ളിലും എന്തുണ്ട്? ജലം ദ്രാവക രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇനി ധ്രുവപ്രദേശങ്ങളിലും വളരെ ഉയർന്ന പർവ്വതങ്ങളുടെ മുകളിലും ജലം ഉറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഖരരൂപത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ അന്തരീക്ഷത്തിലെ നീരാവിയായും ജലകണികകളുമായാണ് നിലകൊള്ളുന്നത്. മേൽപ്പറഞ്ഞ 3 അവസ്ഥകളിലുമുള്ള ഭൂമിയിൽ എന്താണ്? ഭൂമിയിലുള്ള ജലമാണ് ജലമണ്ഡലം. അപ്പോൾ ഭൂമിയിലുള്ള ജലം മൊത്തത്തിൽ പറയുന്നതാണ് ജലമണ്ഡലം. അതിൽ വരുന്ന 3 കാറ്റഗറിയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഏതാ 3 കാറ്റഗറി? ഒന്ന്, നമ്മൾ കാണുന്ന സമുദ്ര, നദി, തടാകങ്ങൾ, അരുവികൾ എന്നൊക്കെയുള്ള വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങൾ. രണ്ടാമത്തെ എന്താ പറയുന്നത്? രണ്ടാമത്തത് ഭൂമിയുടെ ഉള്ളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന അല്ല, ഭൂമിയുടെ ഉള്ളിൽ ജലം എന്ത് ചെയ്തിട്ടുണ്ട്? ഉള്ളിൽ വരുന്നുണ്ട്, അതും അതിൽ വരുന്ന തന്നെയാണ്. ഇനി രണ്ടാമത്തത് ജലം ഉറഞ്ഞ് ഖരരൂപത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ അന്തരീക്ഷത്തിൽ നീരാവിയായിട്ട് ജലകണികളുമായിട്ടാണ് നിലകൊള്ളുന്നത്. അപ്പോൾ രണ്ടാമത്തെ കേസ് എന്താ പറഞ്ഞത്? ഭൂമിയുടെ ഉള്ളിൽ എന്ത് ചെയ്യുന്നുണ്ട്? ജലസ്ഥിതി ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ കേസിൽ ജലസ്ഥിതി ചെയ്യുന്നത് നീരാവിയായിട്ടും ജലകണികകളായിട്ടും അന്തരീക്ഷത്തിലുണ്ട്.
ആണല്ലോ. അപ്പോൾ അത്രയാണ് ജലം സ്ഥിതി ചെയ്യുന്ന വിവിധ അവസ്ഥകൾ നമ്മുടെ ഭൂമിയിൽ. അപ്പോൾ അതൊക്കെ ചേർന്നാണ് ഇത് ജലമണ്ഡലം എന്നുള്ളത്. ഇനി അമൂല്യമായ ശുദ്ധജലം, ഇതിനെ പറ്റിയാണ് പറയുന്നത്. അതായത് നമുക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഭൂമിയുടെ 2/3 എന്താണ്, ജലമാണ് സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ ഇതിൽ അത്രയും ഭാഗം ജലം ഉണ്ടെങ്കിലും ആ ലഭ്യമായ ജലത്തിൽ 3% മാത്രമാണ് ശുദ്ധജലമുള്ളൂ. അതിൽ ബാക്കിയുള്ളതൊക്കെ എന്താണ്, സമുദ്രജലം, ഉപ്പ് കലർന്നതാണ്. നമുക്കത് ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റുമോ? ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ശുദ്ധജലം എന്ന് പറയുന്നത് വെറും 3% മാത്രമേ ഉള്ളൂ. അതിൽ തന്നെ നദികൾ, തടാകങ്ങൾ, കായലുകൾ, കിണറുകൾ തുടങ്ങിയവയിൽ നിന്ന് ലഭിക്കുന്ന ശുദ്ധജലത്തിൽ മനുഷ്യന് ഉപയോഗിക്കാൻ കഴിയുന്ന ജലത്തിന്റെ അളവ് കേവലം എന്താണ്, 1% താഴെയാണ്. അപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ശുദ്ധജലം എന്ന് പറയുന്നത് 1% താഴെയാണ്. ബാക്കി ജലം മുഴുവൻ എന്താണ്, ധ്രുവങ്ങളിലും പർവ്വതങ്ങളിലും മുകളിലായിട്ട് എന്താണ്, ഉറഞ്ഞ് കിടക്കുവാണ്. ധ്രുവങ്ങളിലും പർവ്വത മുകളിലായിട്ട് ഐസൊക്കെ ആയിട്ട് ഉറഞ്ഞ് കിടക്കുവാണ് എന്ത് ചെയ്യുന്നത്, ജലം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ 1% താഴെയാണ്. അപ്പോൾ ജല ദൗർലഭ്യം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് അത് പറയുന്നത്. അപ്പോൾ ശ്രദ്ധയോടെ ഇതിൽ കുറേ പോയിന്റുകൾ പറയുന്നുണ്ട് കേട്ടോ. അതായത് നമ്മുടെ നാട്ടിലെ ജലം എങ്ങനെയാണ് മലിനമാകുന്നത്, എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത് എന്നുള്ള രീതിയിൽ കുറേ പോയിന്റുകളുണ്ട്. നോർമലി നമ്മളിത് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ആ ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാൽ ഓപ്ഷനിൽ നമുക്കത് കിട്ടേണ്ടതാണ്. നോർമലി നമുക്ക് അറിയാവുന്ന ടൈപ്പാണ് അതൊക്കെ. ഇനി ഇതിൽ ജസ്റ്റ് ഇവിടെ ഒരു പോയിന്റ് പറയുന്നുണ്ട്. അതായത് റാലേഖാൻ സിദ്ധിയിലെ വിജയഗാഥ എന്ന് പറഞ്ഞിട്ട് ഒരു പോയിന്റ് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ അതായത് റാലേഖാൻ സിദ്ധി എന്ന് പറയുന്നത് അതായത് ഭയങ്കര ജലക്ഷാമവും അതേപോലെ വരൾച്ചയൊക്കെ ഉള്ള ഒരു സ്ഥലമായിരുന്നു. മഹാരാഷ്ട്രയിലുള്ള ഒരു സ്ഥലമായിരുന്നു ഇത് റാലേഖാൻ സിദ്ധി എന്നുള്ള ഗ്രാമം. അവിടെ പിന്നെ ജനങ്ങളുടെ അവിടെ കൂട്ടായ ആക്ടിവിറ്റീസ് കാരണം അതെന്ത് ചെയ്തു, അത് ഭയങ്കരമായിട്ട് അഭിവൃദ്ധി പ്രാപിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അതൊന്നും വായിച്ചൊന്നും നോക്കണ്ട. നിങ്ങൾ ഓർത്തൊക്കണ്ട ഇവിടുത്തെ പോയിന്റ്, റാലേഖാൻ സിദ്ധി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചാൽ മഹാരാഷ്ട്രയാണ്. ഓക്കെ, റാലേഖാൻ സിദ്ധി മഹാരാഷ്ട്ര. മഹാസിദ്ധൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ രീതിയിലൊന്ന് ഓർത്ത് വെച്ചാൽ അയാളൊരു മഹാസിദ്ധനാന്നൊക്കെ പറയുന്നില്ല, മഹാസിദ്ധൻ. അപ്പോൾ ആ രീതിയിൽ മഹാരാഷ്ട്ര റാലേഖാൻ സിദ്ധി എന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ. ഇനി വായുമണ്ഡലത്തിൻ്റെ കേസ് പറയുകയാണ് അടുത്ത. ഭൂമിയെ ഒരു പുതപ്പ് പോലെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന വാതക പാളിയാണ് ഇത് വായുമണ്ഡലം അഥവാ അന്തരീക്ഷം. വായുമണ്ഡലത്തിനെ തന്നെ പറ്റി വേറെ ഒരു പേരാണ് എന്ത്, അന്തരീക്ഷം. അപ്പോൾ പുതപ്പ് പോലെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന വാതക പാളിയാണ് അന്തരീക്ഷം. അപ്പോൾ അന്തരീക്ഷത്തിൽ എന്തൊക്കെ ഉണ്ട്, അന്തരീക്ഷത്തിൽ നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, നൈട്രജൻ ഉണ്ട്, എല്ലാ ഇതും അന്തരീക്ഷത്തിലുണ്ട്. അപ്പോൾ അത് ഒന്ന് ഓർത്ത് നോക്കുക. ഇനി നമുക്കിതിൽ ജൈവമണ്ഡലം കേട്ടോ അടുത്ത പോയിന്റ്. ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടുന്ന മേഖലയാണ് ഇത് ജൈവമണ്ഡലം. അത് ശിലാമണ്ഡലം, ജലമണ്ഡലം, വായുമണ്ഡലം എന്നീ 3 മണ്ഡലങ്ങളുടെയും പരസ്പര പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ജൈവമണ്ഡലം നിലനിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ജൈവമണ്ഡലം ഉണ്ടാകുന്നത്. ജൈവമണ്ഡലം 3 കണക്റ്റഡ് ആയിട്ടാണ് വരുന്നത്. അതായത് ജീവികൾ വസിക്കുന്ന ആ ഒരു മണ്ഡലമാണ് ഇത്. എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടുന്ന മേഖലയാണ് ഇത് ജൈവമണ്ഡലം എന്ന് പറയുന്നത്. ഇനി അടുത്ത പ്രകൃതി ദുരന്തങ്ങൾ, അതായത് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിനെ പറ്റി കുറച്ച് പോയിന്റ് പറയാണ്. പ്രകൃതിയിൽ സ്വാഭാവികമായി ഉണ്ടാകുന്നതും മനുഷ്യന്റെ ജീവന സ്വത്തിനും കനത്ത നാശനഷ്ടം ഉണ്ടാകുന്നതുമായ പ്രതിഭാസങ്ങളെയാണ് എന്ത് വിളിക്കുന്നത്, പ്രകൃതി ദുരന്തങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കുക. ഇനി അടുത്തത് ഒരു ഡെഫിനിഷൻ, ഉരുൾപൊട്ടൽ എന്നാണുള്ളത്. ലാൻഡ് സ്ലൈഡ് എന്ന് പറയും ഇംഗ്ലീഷിൽ. കുത്തനെ ചെരിവുള്ള പ്രദേശങ്ങളിലെ പാറയും മണ്ണും ചെളിയും അതിവേഗം താഴേക്ക് നീങ്ങുന്ന പ്രതിഭാസമാണ് ഇത് ഉരുൾപൊട്ടൽ. ജസ്റ്റ് അതൊന്ന് ഓർത്ത്. ഇനി കേരളത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ള കുറേ സ്ഥലങ്ങളുടെ പേരുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ അതിൽ ഇതൊക്കെ മുന്നേ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പുല്ലൂരാൻ പാറയൊക്കെ മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഓർത്തൊക്കെ തിരുവനന്തപുരം ജില്ലയിലാണ് അമ്പൂരി എന്ന സ്ഥലം വരുന്നത്. എവിടെയാണ്, തിരുവനന്തപുരം ജില്ലയിലാണ്. അതേപോലെ വെണ്ണിയാനി, ചീയാപ്പാറ ഓർത്ത് വെക്കണം. ചീയാപ്പാറൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ട സ്ഥലങ്ങൾ വരുന്നതാണ്. വെണ്ണിയാനി, ഈ 2 സ്ഥലങ്ങൾ വരുന്നത് എവിടെയാണ്, ഇടുക്കിയിലാണ്. ഇനി പുല്ലൂരാൻ പാറ വരുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഉരുൾപൊട്ടലുകൾ ഇങ്ങനെയാണ്, തുടർച്ചയായിട്ട് ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന പ്രദേശങ്ങളാണ്. അപ്പോൾ ആ സ്ഥലങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ നല്ലതാണ്. റയറായിട്ട് ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടാതെ പോരുത്, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പഠിക്കാൻ പറഞ്ഞത്. അപ്പോൾ ഇത്രയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് വരുന്നത്. ഈ ചാപ്റ്ററിൽ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാലും കുറച്ചൊക്കെ ചോദ്യം ചോദിക്കാനുള്ള സ്കോപ്പ് ഇതിലുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ആ 900 മീറ്ററിന് മുകളിലുള്ളതാണ് പർവ്വതങ്ങൾ വരുന്നത്. ആ ചെറിയ ഫാക്റ്റുകളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ എന്ത് ചെയ്യണം, നന്നായിട്ട് തന്നെ നോക്കണം. ഇനി നമുക്ക് വരുന്നത് SCERTയുടെ പാർട്ട് 2 ആണ്. 7ാം ക്ലാസ്സിലെ പാർട്ട് 2 എന്താണ് ചാപ്റ്റേഴ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. 8ാമത്തെ ചാപ്റ്റർ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം.